നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. രാജമാണിക്യം സിനിമയിൽ മമ്മൂട്ടി കഥാപാത്രം പറയുന്നുണ്ട്, അവർ കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങി നിന്നവരെ ഒരു കണക്കിന് യോജിപ്പിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ശ്രമത്തിൽ വീണ്ടും അകന്നു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതുപോലെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ വീഴ്ചയും മറന്ന് കേരളത്തിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും UDF സർക്കാരിന് അധികാരത്തിൽ കയറ്റണമെന്നും അതിൻ്റെ പാർശ്വഫലം എന്നതിൽ LDF നിലനിർത്താനുമാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നിലയിൽ ഞങ്ങൾ വളരെ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കല്ലുകടി. പ്രതിപക്ഷത്തിനാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്ന പോലെ മുസ്ലിം സമുദായമായിട്ട് അവരുടെ ഇഴകിച്ചേരാൻ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ സോണിയയ്ക്ക് സാധിക്കില്ല. അത് 2-3 ഘടകങ്ങൾ. ഒന്ന്, സോണിയ സായിപ്പത്തിയാണ്, ഇന്ത്യക്കാരിയല്ല. അവർ ക്രോസ് പോളിനേഷൻ മുഖേന നടന്ന ഒരു പെണ്ണും ഒരു ആണും. അവർക്കും 100% ഇന്ത്യക്കാരനാകാൻ സാധിക്കില്ല. ക്രോസ് അങ്ങനെയാണല്ലോ. ആ ഒരു പോരായ്മ ഉള്ളതുകൊണ്ട് അവർ പ്രവർത്തിച്ച് ചിലപ്പോൾ അല്പം വീഴ്ച കാണാം. സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവൊക്കെ ഇടപെടുമ്പോഴോ അവർക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോഴൊന്നും രാഹുൽ ഗാന്ധി പറ്റില്ല. കാരണം അത് നേച്ചറാണ് അങ്ങനെ. അതായത് രാഹുൽ ഗാന്ധി കുറ്റമല്ല. എങ്കിലും രാഹുൽ ഗാന്ധി മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുമെന്ന് തന്നെ, വാദിക്കല്ല, മാന്യമായിട്ട് നീതിക്ക് വേണ്ടി നിൽക്കുമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ സന്ദർഭത്തിൽ ഈ അല്പസ്വല്പമൊക്കെ BJP ചായ കൊണ്ടെങ്കിൽ പോലും കോൺഗ്രസിലെ ചില വില്ലന്മാരോട് പറയാണ്, നിങ്ങൾ മുഴുവൻ പേരും വോട്ട് ചെയ്താൽ പോലും ഇത് പാസ്സാവില്ല, തോൽക്കില്ല, അവർ BJPയുടെ ബില്ല് പാസ്സാവും. അപ്പം നിങ്ങൾ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാതെ, ആൾക്കാരിൽ ഒരു ആരോപണം ഉണ്ടാക്കാതെ, അതൊന്നും സത്യസന്ധമായിട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഇടതുപക്ഷം വെറുതെ ഇരിക്കുമോ? അസംബ്ലി ഇലക്ഷനില്ലേ, പാർലമെന്റ് ഇലക്ഷനില്ല, അതിൽ ഇവർ കുത്തിപ്പോക്കി ഈ പാവപ്പെട്ട് മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കില്ലേ? എന്താണ് കോൺഗ്രസ് UDF കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്നത്? ഇത് ഷാഫി പറമ്പിൽ എന്ന് കേൾക്കുന്നത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഷാഫി പറമ്പിൽ അന്ന് തന്നെ ഞങ്ങൾ നോട്ടപ്പുള്ളിയാണ്. അദ്ദേഹം മുസ്ലിമാണോ എന്നതിന് സംശയമുണ്ട്. ഷാഫി ഇട്ടുകൊണ്ട് മുസ്ലിം ആവണമെന്നില്ല, പറമ്പിൽ ഇട്ടുകൊണ്ട് വീട്ടുകാരാണ് ആവുന്നില്ല. കാരണം അദ്ദേഹം മുസ്ലിം കോട്ടയിൽ അസാന്ത പരിശ്രമം നടത്തി പാലക്കാടുന്ന് രാജിവെച്ച് വടകിൽ മത്സരിച്ച് ഏതാണ്ട് ഒരു ന്യായമായ ഭൂരിപക്ഷം ജയിക്കുകയാണ്. അങ്ങനെ ജയിച്ച് ഇന്ത്യൻ പാർലമെന്റ് ചെന്നിട്ട് ആ മഹാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ദൃഢപ്രതിജ്ഞയായിരുന്നു. ഇവിടെ സഖാക്കൾ പോലും അങ്ങനെ ചെയ്യാറില്ല. നിരീശ്വരവാദികൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ, യുക്തിവാദികളും അങ്ങനെ ചെയ്യില്ല. സഖാവിൽ നിന്ന് ജയിച്ചല്ലേ വീണ ജോർജ് ബൈബിൾ പിടിച്ചാണ് സത്യപ്രതിജ്ഞ കേരളത്തിൽ. അതിവിടെ ആരും എന്നിട്ട് മിണ്ടിയില്ല. കാരണം പോട്ടെ, നമ്മൾ വിട്ടുവീഴ്ചയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ എന്തിനും പരമാവധി താഴ്ന്നു കൊടുക്കുകയാണ് പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി. പകരം ഒരു സംവിധാനം ഇല്ലല്ലോ. ആകെ ഉള്ള സംവിധാനം ഇപ്പോൾ അവർ മുസ്ലിങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസും അവരുടെ മുന്നണിയിലേ ഉള്ളൂ. BJP വേണ്ടി സഹിക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ മധ്യപ്രദേശിലെ ജബൽപൂരിലെ ജബൽപൂർ എന്നാണ് പറഞ്ഞത്. അവിടെ വഖഫ് നിയമം പാസ്സായതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പള്ളിയിലെ മുറ്റത്ത് പ്രചരിച്ചുകൊണ്ടിരുന്ന ആഘോഷിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരുൾപ്പെടെ 2 മലയാളി പുരോഹിതന്മാരുൾപ്പെടെ സംഘപരിവാറിൻ്റെ ആൾക്കാർ വന്ന് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കണം. കാണുന്നുണ്ട്. അതാണ് ഇന്ത്യയിലെ അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് നിങ്ങൾ പിന്നെ എന്ത് നേട്ടമാണ് കാണുന്നത്? ഈ 20% മുസ്ലിങ്ങൾ നിങ്ങൾ കണക്കെടുക്കുന്നില്ല. അവർ വോട്ടുകൾക്ക് വേണ്ടേ?
സംഘ് പരിവാർ ഞാൻ പറഞ്ഞ കോൺഗ്രസിലെ ഞാൻ ഇന്നലെ പുകഴ്ത്തിപ്പോ കോൺഗ്രസ് ഞാൻ പറയുന്നത് വിഡ്ഢികളെ കോൺഗ്രസ് നേതാക്കളെ സംഘ് പരിവാറിന്റെ ഒരു വോട്ട് പോലും നിങ്ങൾക്ക് കിട്ടില്ല. ഇവൻ കേരളത്തിലുള്ള വെളിയിലും കിട്ടില്ല. ഇവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ആകെ ഉള്ള വോട്ടർമാർ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ 140 കോടി എന്ന് പറയാം. അതിൽ 60% വോട്ടർമാർ, ബാക്കി 40% മൈനേഴ്സൊക്കെയാണ്. മൈനേഴ്സാണ്. അത് 140 കോടിയുടെ 60% എന്ന് പറഞ്ഞത് 80 കോടിയാണ്. 80 കോടിയിൽ ഏതാണ്ട് ആവറേജ് 70% വോട്ട്. കേരളത്തിലാണെങ്കിൽ 70%, വടക്കേ ഇന്ത്യയിലാവും മൊത്തം 70% ആവറേജ് ചെയ്യാം. അപ്പോൾ ഇത്ര 80 കോടി ഒരു 65 കോടി 65 കോടി വോട്ടർമാരാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇന്ത്യയിൽ ആകെ പോളിയിരിക്കുന്നത്. ആ 65%-ൽ 29 അല്ലെങ്കിൽ 30%-മാണ് BJP കിട്ടിയിരിക്കുന്നത്. BJP കിട്ടിയിരിക്കുന്നത് 30%. 65-ന് 30%-ത്തിനുണ്ട്. 10-16 കോടി രൂപയുള്ളൂ. ഏതാണ്ട് 15 കോടി വോട്ടർമാരാണ് BJPക്ക് ഒറ്റയ്ക്ക് വോട്ടിയിരിക്കുന്നത്. അതിന് ശരാശരി എടുത്താൽ 140 ഇൻറ്റു 65-ന്റെ 15 ഏതാണ്ട് ഒരു 10% പോലും, അതായത് 100 പേരുണ്ടെങ്കിൽ 10% പോലും BJPക്ക് അല്ലെങ്കിൽ സംഘ് പരിവാറിന് ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യൻ ജനത എന്ന് പറഞ്ഞാൽ 10%-ത്തിൽ മാത്രമാണ് ഇതേവരെ നിലവിൽ സംഘ് പരിവാർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ജനതയിൽ. എന്നിട്ടാണ് അവർ ഈ പേക്കൂത്തിൽ കാട്ടിക്കൂട്ടുന്നത്. ഈ നിലയ്ക്ക് അതൊരു 30% ആയിക്കഴിഞ്ഞാൽ മണ്ടന്മാരെ കോൺഗ്രസ്സുകാർ പറയാണ് വൃത്തിയിട്ടെന്ന് പറയേണ്ടി വരും. അത്ര കാണല്ലേ ഇപ്പോൾ ഈ സുധാകരൻ ഉൾപ്പെടെ 10% താഴെ വോട്ടർമാർ അല്ലെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഇവർ ഇത്ര കാണെങ്കിൽ ഒരു 30% വന്നാൽ എന്തായിരിക്കും സുധാകരൻ അവരുടെ അവസ്ഥ? BJPയുടെ സംഘപരിവാറിൻ്റെയും എടോ BJP നിങ്ങൾ സുധാകരൻ നിങ്ങൾ KPCയുടെ പ്രസിഡന്റ് അല്ലേ? രാജിവെക്കലും നിങ്ങൾ വച്ചോട്ടെ BJPയിൽ പോകുന്നു പറയും. അങ്ങനെ മാറ്റാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ പേര് വിളിച്ച് കാത്തിയത് 2 വാക്ക് പറയാൻ. ഞാൻ സുധാകരോട് പറയാണ്, വിഡ്ഢിയാണല്ലോ, മറവില്ലല്ലോ. എടോ നിങ്ങൾ ഇനി തപസ് ഇന്ന് സപ്പോർട്ട് ചെയ്താൽ പോലും ആ ബില്ല് പാസ്സാകില്ല, ബില്ല് തോൽപ്പിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷം മുഴുവൻ വോട്ട് ചെയ്താലും ആ ബില്ല് BJP പാസ്സാക്കി എടുക്കും. അതിന് കണക്കുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ അവിടെ ഈ അന്തസ്സില്ലാത്ത ഈ മലം തിന്നാണെങ്കിൽ അരിശസ് വിളിച്ചോണ്ട് തിന്നോന്ന് ചോദിക്കുമ്പോഴേ ഈ അന്തസ്സില്ലാത്ത പടി പിന്നെ കാണിക്കണോ? ഇനി പ്രതിപക്ഷം വെറുതെ ഇരിക്കുമോ? ഇപ്പോഴും സഖാക്കൾ വെറുതെ ഇരിക്കുമോ? ഞങ്ങൾ ഒരു കണക്കിന് എങ്ങനെയെങ്കിലും എല്ലാം വിട്ടു ചെയ്ത് കേരളത്തിൽ ആകെ വോട്ടർമാരിൽ 39% വോട്ടേഴ്സ് 39% 30% കിട്ടിയ ഭരിക്കവിടെ. അങ്ങനെയുള്ളൊരു N ബ്ലോക്ക് കിട്ടിയിട്ട് 40-ൽ 39% കോൺഗ്രസ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ മാരണം ഒന്ന് മാറി നിൽക്കുമെന്ന് വെച്ചത്. അങ്ങനെ അശ്രാന്ത പരിശ്രമം ചെയ്യരുത്. ഞങ്ങൾക്ക് മന്ത്രിയാകാൻ MLA ആകാൻ ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പറും പോലെ. അങ്ങനെ ഇടിക്കുമ്പോഴാണ് ഈ സുധാകരനെ പോലെ പടുവിട്ടി എൻ്റെ പേര് വിളിച്ചു രാധാകൃഷ്ണനായി പോയി. സുധാകരനല്ല. ഈയിടും നിങ്ങൾക്ക് ചാവ പള്ളികൾ ഇത് തിരിച്ചു വരരുത്. നിങ്ങൾ ആ ഡൽഹികൾ ചാവ്. ഒരു KPC പ്രസിഡന്റ് പറയണേ അത് രാധാകൃഷ്ണൻ സുധാകരൻ മാറിപ്പോയിന്ന്. നിങ്ങൾക്ക് വാസ്തവത്തിൽ ചാണം മുക്കി അടിക്കണ്ടേ സുധാകരനെയൊക്കെ? എന്തെങ്കിലും നിങ്ങൾ ആത്മാർത്ഥുണ്ടോ? 20% മുസ്ലിങ്ങൾ N ബ്ലോക്കിൽ വോട്ട് ചെയ്യല്ലേ? കേരളത്തിൽ 40% മുസ്ലിങ്ങൾ നിങ്ങൾ തോന്നണോ N ബ്ലോക്ക് വോട്ട് ചെയ്യല്ലേ? അങ്ങനെ തീരുമാനിച്ചിരിക്കല്ലേ? അങ്ങനെ ഞങ്ങൾ അങ്ങനെ സാഹചര്യം ഉണ്ടാക്കി. നിങ്ങൾ അറബിക് സർവകലാശാല കാണിച്ച് വൃത്തികേട് തന്തയില്ലായ്മ അത്ര മോശമാണ്, ലീഗ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ. എന്നിട്ടും ഞങ്ങൾ അതെല്ലാം മാറ്റി മറിച്ച് ക്ഷമിച്ച് എങ്ങനെയെങ്കിലും ഈ മാരണത്തെ കേരളത്തിൽ തൽക്കാലം കമ്മ്യൂണിസ്റ്റ് മാരണം, കേന്ദ്രത്തിൽ BJP മാറാൻ വേണ്ടി ഞങ്ങൾ ഈ സമുദായത്തിൻ്റെ വൈരാഗ്യം മാറ്റി അവർക്ക് നിരന്തരമായ ക്ലാസ് എടുത്ത് അവർ ഒരു കണക്കിന് മനസ്സ് മാറി നിൽക്കുകയാണ്. ആ സമയത്താണ് BJP ജയിക്കാൻ വേണ്ടി ഈ തെണ്ടികൾ ചെയ്തവർ പിന്നെ നിങ്ങളൊക്കെ തല്ലിക്കൊല്ലണ്ടേ? അത്ര വിഷമുണ്ട്.
ഞങ്ങൾ ഒരു ലാഭേച്ഛ കൂടാതെയാണ്. ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണ്ട, MLA വേണ്ട, പഞ്ചായത്ത് മെമ്പർ പോലും വേണ്ട. സമാധാനമായിട്ട് ജനങ്ങൾക്ക് കഴിഞ്ഞുകൂടിയാൽ മതി. ആ സമയത്താണ് നിങ്ങൾ ഈ വൃത്തികേട് കാണിച്ചത്. അത് ഷാഫി അത് അറ്റൻഡ് ചെയ്തില്ല. അതുപോലെ വൃത്തികേട് കാണിച്ച് 2 വർഗങ്ങളുണ്ട്, ഈ നശിച്ച 2 വർഗങ്ങൾ. അത് ലീഗിന്റെ 2 MP-മാരാണ്. ഒരു MP ഉണ്ടല്ലോ, പൈലറ്റ് റൂമിൽ കയറിയിട്ട് അത് ശരിയല്ലെന്ന് ഇപ്പൊ പറയണം. എടോ നിങ്ങൾ എന്നാലും ഡ്രൈവർ അല്ലേന്ന്. അവനെയൊക്കെ 10 കോടി വാങ്ങിച്ച് MP സ്ഥാനം കൊടുത്ത കുഞ്ഞാലിക്കുട്ടിയാണ് ആദ്യം തല്ലുണ്ട്. ലീഗിന്റെ നേതാക്കളെ തല്ലുണ്ട്. 10 കോടിയാണ് ചന്ദ്രയ്ക്കുട്ടി വാങ്ങിച്ചത്. എന്നിട്ടാണ് ആ നീർട്ടനെ MP സ്ഥാനം കൊടുത്ത്. എന്നിട്ട് വിമാനത്തിൽ കയറി പൈലറ്റ് റൂമിൽ കയറാൻ പറ്റും. നിങ്ങൾ അത്രയൊന്നും പറയില്ല, നിങ്ങൾ ഡ്രൈവർ അല്ലേന്ന്. അവരാണ് അന്നത്തെ നിർണായകമായ ഇലക്ഷൻ സമയത്ത് അവരുടെ 2 വോട്ട് കിട്ടിയതുകൊണ്ട് ആ ബില്ല് പാസ്സാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ ശരിയാണ്. എങ്കിലും അവർ ആത്മാർത്ഥത കാണിക്കണ്ടേ? അത് പോകാത്തതിൻ്റെ ആരോപണം കുറ്റവും ഇന്നും ഈ ലീഗിൻ്റെ നേതാക്കളുടെ പേരിൽ ഇരിക്കണം. ഇതെല്ലാം മാറ്റി മറിച്ച് ഈ സമുദായത്തെ ഒന്നടങ്കം ഒരു കയറിൽ കോർത്ത് ഈ എടുത്ത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചെയ്യുന്ന അശ്രാന്ത പരിശ്രമത്തെ ഫലമാണ് അവരെല്ലാം ഏതാണ്ട് ഒരു പരിധി വരെ മാനസാന്തരപ്പെട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്താണ് രാജമാണിക്യത്തെ മമ്മൂട്ടി പറമ്പിൽ ഈ നെറികേട് കാണിച്ചത്. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാരിൽ കുറേ വിഭാഗത്തിന് BJP നിലനിൽക്കുന്ന ആഗ്രഹമുണ്ട്, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ മുഴുവൻ കോൺഗ്രസ് MP-മാർ വോട്ട് ചെയ്താലും ആ ബില്ല് BJP ബില്ല് പാസ്സാക്കും. പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാമല്ലോ. എന്നിട്ട് പറയാണ്ട് കേൾക്കണം. ഇത് കേൾക്കുന്ന ജനങ്ങളെ നിങ്ങൾ തീരുമാനിക്കുക. ആരാണ് മണ്ടത്തരം? ഞാനാണോ അതോ സുധാകരനാണോ? സുധാകരൻ പറഞ്ഞതറിയോ? ഞാൻ അറിയില്ല, അത് K. രാധാകൃഷ്ണൻ വിളിച്ചു. ഞാൻ K. സുധാകരനാണോ? K. രാധാകൃഷ്ണൻ K. സുധാകരൻ നമ്മൾ തിരിച്ചറിയില്ലാത്ത ഈ തെരുവ് പറഞ്ഞ കൂടി പോകും. അത്ര വികാരപരമായി ഇതൊക്കെ. KPCCയുടെ പ്രസിഡന്റ് K. സുധാകരൻ അയാൾക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്നിട്ടാണ് ബില്ല് വിളിച്ചോ പറയണം ഞാൻ K. സുധാകരനല്ല, ഞാൻ K. രാധാകൃഷ്ണൻ വിചാരിച്ചതുകൊണ്ട് മിണ്ടില്ല. ഒരു ലെറ്റർ കൊടുത്തേക്കാണ്. അതുപോലെ ലെറ്റർ കൊടുത്ത് കാര്യമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി അവർ സമ്മേളനം നടക്കുകയാണ് മധുരയിൽ. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ സമ്മേളനം നടക്കുന്നുണ്ട്, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് ലീവ് തരണം, ഞങ്ങൾ പങ്കെടുത്തായിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ സ്പീക്കർ കൊടുത്തേക്കാ. എന്ത് ആത്മാർത്ഥനുണ്ടോ? നിങ്ങൾ ആകെ എത്ര MP-മാരുണ്ടായിരുന്നു? CPM ചോദിക്കാണ്. രാധാകൃഷ്ണൻ ഇപ്പം എത്ര പേരുണ്ട്? 3-4 പേരിട്ടേ ഉള്ളൂ. ഈ 4 പേരെ സമ്മേളനത്തിന് 2 മണിക്കൂർ മാറി നിന്ന സമ്മേളനം നശിച്ചുവോ, തീർന്നുവോ? നിങ്ങൾ ആരുടെ ഉത്തരം വേണം? അപ്പം ഈ കള്ളന്മാരൊക്കെ ഉള്ളുകൊണ്ട് BJP നിലനിൽക്കുന്നു വിചാരിക്കുന്നവരാ. ഒക്കെ ബില്ല് എന്ന് വെച്ചാൽ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? എന്ത് ന്യായമാണ് പറയുന്നത്? BJP പറയുന്ന വല്ല ന്യായമുണ്ടോ? അതും 15, 10, 20 കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞാൽ ഒരു ന്യായമില്ലാത്ത കാര്യം. അതും ഞാൻ എടുത്ത് പറയുന്നത് ആൾക്കാർ സമയമില്ല, ആകെ 10 മിനിറ്റുള്ളൂ, തീരാൻ പോകണം. അപ്പോൾ കോൺഗ്രസിൻ്റെ പോക്ക് എങ്ങനെയാണ്? രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രിയങ്ക എന്തോ ഇപ്പോൾ രോഗിയെ കാണാൻ പോയിരുന്നു. ഒരു രോഗി ചിലപ്പോൾ മരിക്കും. എന്താ എത്ര മരിക്കുന്നുണ്ട്? അതാണ് കൊല്ലാണ് ഒരു രാജ്യം. സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്കക്ക് എവിടെയും പോകാം, നോ പ്രോബ്ലം. പക്ഷെ ഒരു MP ആയി കോൺഗ്രസ് നേതാവ് നിൽക്കുന്ന പ്രിയങ്ക ഗോപി പല കാര്യം ആലോചിക്കാണ്ട്. അവർക്ക് മെയിൻ വേണ്ട പാർട്ടിയും രാജ്യമാണ്. രോഗിയും മരണമൊക്കെ പിന്നീടാണ്. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, ഈ നിയമം പാസ്സാക്കുന്നത് അറിഞ്ഞില്ല എന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റ് ഉണ്ടായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവാണ്, നാളെ പ്രധാനമന്ത്രിയായി നടക്കുന്ന ആളാണ്. എന്നിട്ട് ഇത്രയും അതിനിർണായകമായ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ആ പാർലമെന്റിൽ ഉണ്ടായിട്ട് വായി തുറന്നില്ല. ഷാഫി പറമ്പിൽ വായി തുറന്നില്ല. ഇന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ എങ്ങനെ പറയും? ഈ ഗവൺമെന്റ് അടുത്ത്, ഈ സമൂഹത്തിനടുത്ത്. അപ്പൊ എന്താ ഇത് അതാ ഞങ്ങൾ പറഞ്ഞു തന്നെ വീണു. ക്രിസ്ത്യൻ കോൺഗ്രസ് എന്ന് പറഞ്ഞ് വെറുതെ അല്ല. ഇന്ത്യൻ നാഷണൽ ക്രിസ്ത്യൻ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ മലപ്പുറം ലീഗ്, ഈ 2 വർഗങ്ങളാണ് ഇന്ത്യയിൽ. അന്ന് ഞങ്ങൾ പറഞ്ഞാണ് മാസങ്ങൾക്ക്. അതെല്ലാം ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് എല്ലാം ക്ഷമിച്ച് തൗബ ചെയ്തപോലെ പശ്ചാത്തപിച്ച പോലെ
എങ്ങനെയെങ്കിലും UDF കേരളത്തിൽ വരട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നെറികേട് കാണിച്ചത്. മനസ്സിലായില്ലേ? അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആകെ 10%, 9%, 10% ഈ ക്രിസ്ത്യൻ സമുദായം കേരളത്തിൽ പോയാൽ ആ 10%, 6% ആകെ വോട്ടർമാരുള്ളൂ. ഈ 6%-ൽ കോൺഗ്രസ് കിട്ടിയാൽ ഒരു 1 പോലെ ഇപ്പോൾ കിട്ടിയിരിക്കും. കേവലം 2% വോട്ട്, 2% BJP, 2 കമ്മ്യൂണിസ്റ്റ്, 2 കോൺഗ്രസ്, 2% ഇപ്പോൾ ക്രിസ്ത്യൻക്കുള്ളൂ. 2%, 3-1 BJPക്ക് പോകും, ക്രിസ്ത്യാനിയുടെ 3-1 കമ്മ്യൂണിസ്റ്റും പോകും, 3-1 കോൺഗ്രസ് കിട്ടുള്ളൂ. മാക്സിമം കിട്ടിയാൽ 3-1 കിട്ടുള്ളൂ. 3 എന്ന് പറഞ്ഞാൽ 2% വോട്ടാണ് ആകെ വോട്ടർമാരിൽ. ഈ 2% വോട്ടിന് വേണ്ടി നിങ്ങൾ അവിടെ സഭ പറഞ്ഞ കുറ്റം പറയാൻ പറ്റുമോ എൻ്റെ കോൺഗ്രസ് നേതാക്കളെ? ഇത് 1-ന് 9 ഇപ്പോൾ മധുര സമ്മേളനം കഴിഞ്ഞിട്ട് വന്ന സഖാക്കൾ വെറുതെ ഇരിക്കുമോ? സഖാക്കൾക്കാണെങ്കിൽ ആകെ തീ പിടിച്ചിരിക്കുകയാണ്. കാരണം മുസ്ലിങ്ങളെ വോട്ട് 99% കിട്ടൂല, ഒരു 1-2% കിട്ടുള്ളൂ. പിന്നെ മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അവരിനി വെറുതെ ഇരിക്കുമോ? ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞല്ലേ, ആ BJPയുടെ കമ്മ്യൂണിസ്റ്റ് തമ്മിൽ മധുവിധ തീർന്നു. മിനിയാന്ന് രാജീവ് ചന്ദ്രശേഖർ ചെന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അമിത്ഷായെ കണ്ടിച്ച് തീരുമാനമെടുത്തു, മാർക്സിസ്റ്റ് പാർട്ടി നമ്പർ 1 ശത്രുവായിട്ട് കണക്കാക്കണമെങ്കിൽ BJP വളരെ ഉള്ളൂ. അതൊരു പോയിന്റാണ്. അതിന് മകളുടെ പേരിൽ ഇപ്പോൾ കേസ് എന്നയിക്കാം, അന്വേഷിക്കാൻ ഉത്തരവിട്ടുണ്ട്. മിനിയാന്ന് ചെന്ന് ഡൽഹി ചർച്ച കഴിഞ്ഞുള്ളൂ, തീരുമാനം മാറി തുടങ്ങി. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് പിടിവള്ളിയാണ്. ആ പിടിവള്ളി കാണുമ്പോൾ എന്തറിയോ, ഇതല്ലേ അത് ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞ് അച്ഛന്മാർ പറഞ്ഞ ഒരു കാര്യം അതിലില്ല. കാരണം ഇന്ന് നമ്മുടെ IB ഗിഡൻ പാർലമെന്റിൽ ചോദിച്ചു, ഞാൻ ഇന്നലെ പറഞ്ഞാണത്, ഈ നിയമം പാസ്സായി എന്ന് വിചാരിക്കുക, ഈ പരിഷ്കരിച്ച ഒക്കെ നിയമം പാസ്സായി, അതും മുൻപ് പക്ഷേ എങ്ങനെ ബന്ധപ്പെടും, എന്ത് നേട്ടമുണ്ടെന്ന് IB ഗിഡൻ പാർലമെന്റിൽ ചോദിച്ചു. അതുകൊണ്ട് IB ഗിഡൻ വേറൊരു കാര്യം പറഞ്ഞു, അച്ഛന്മാര് ക്രിസ്ത്യാനികൾ നിങ്ങൾ നോക്ക്, ഇത് കഴിഞ്ഞ ചർച്ച് ബില്ല് പാസ്സാക്കാൻ പോവാണ്. പെരിച്ചായിയുടെ കൊണ്ടതുപോലെ നിങ്ങൾ മുഴുവൻ സ്വത്തും സംഘപരിവാർ എടുക്കും. അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? 1:40 ആകെയുള്ള ഇന്ത്യൻ സമ്പത്തിന്റെ ഭൂവുടമയുടെ ഭൂവിസ്തൃതി 40-1 കത്തോലിക്ക സഭയുടെ കയ്യിലാണ്. ആകെ 2% ക്രിസ്ത്യാനി, അതിൽ 6.6% കത്തോലിക്കുള്ളൂ. അതിപ്പോൾ അവരെ 80 കോടി വരുള്ളൂ, അല്ലെങ്കിൽ 1 കോടി ഉള്ളൂ. അവരുടെ കയ്യിലാണ് 40-1 സ്വത്തിരിക്കുന്നത്, ഇന്ത്യയിലെ 10 വലിപ്പത്തിൻ്റെ. അത് അവർ എടുക്കാതിരിക്കുമോ? അപ്പോൾ അതെന്താണ്, അവർ അത് ഈസിയായിട്ട് എടുക്കണമെങ്കിൽ അത് ഇപ്പോൾ അവർ എടുക്കാതെ, കാരണം ഇപ്പോൾ അത് എടുക്കാൻ ശ്രമിച്ചാൽ മുസ്ലിങ്ങൾ തികച്ചും നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായിട്ട് സമരം ചെയ്യും, ജീവൻ കൊടുക്കും. അത് സംഘപരിവാറിന് അറിയാം. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ അങ്ങോട്ട് ഇല്ലാതെയാക്കിയിട്ട് മറ്റു പേര് ഒപ്പുകടലാസ് ഭാഷ എടുക്കാം. IB ഗിഡൻ ചോദിച്ചു, 2 പോയിന്റ് ചോദിച്ചു. നിങ്ങൾക്ക് IB ഗിഡൻ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? IB ഗിഡൻ ക്രിസ്ത്യാനിയല്ലേ? ഒന്നാലും എത്തിയും കത്തോലിക്കാണ്, അപ്പം അച്ഛനും അതെ മകനും അതെ. ചോദിച്ചു 2 ചോദ്യം. എന്താണ് ചോദിച്ചത്? ഈ വഖഫ് പരിഷ്കൃത നിയമം പാസ്സായാൽ മുൻപ് വിഷയത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും, മുഴുവൻ വിഷയം എന്ത് ബന്ധം എന്ന് അദ്ദേഹം ചോദിച്ചു. ഏത് IB ഗിഡൻ? ഞാൻ ഇന്നലെ IB ഗിഡന് വേണ്ടി വാദിച്ചില്ലേ, വെറുതെ വാദിച്ചില്ല, ആ പയ്യന് വിവരമുണ്ട്, വാദിച്ചു. മറ്റൊന്ന് ചർച്ച് നിയമം, ചർച്ച് ആക്ട് കൊണ്ടുവരണം. VR കൃഷ്ണയ്യർ ചെയർമാനായിട്ട് ചർച്ച് ആക്ട് കമ്മിറ്റി ഉണ്ടാക്കി, ഒന്നും അനങ്ങിയില്ല. സോണിയ ഗാന്ധി ഭരിക്കില്ലതോ, അതൊരു ഇപ്പൊ BJP വെറുതെ ഇരിക്കുമോ? അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാന ശത്രു അല്ലെങ്കിൽ മുഖ്യ ശത്രു സംഘപരിവാർ ശത്രു എന്നുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. ഇതുപോലെ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയും, ഈ സംഘപരിവാറിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഈ ക്രിസ്ത്യൻകളും മുസ്ലിങ്ങളും മറ്റ് സംഖ്യകളും ഹിന്ദുക്കളും സംഘപരിവാർ എന്ത് ബന്ധം? സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 10% ആകെ 100 പേര് 10 പേരാണ് സംഘപരിവാർ ഇന്നുള്ളത്. ബാക്കി 90% വേറെയാണ്. ആ 10% ഹിന്ദുക്കളാകുന്നതിനാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടാന്ന് പറയാം. അവരെന്തെങ്കിലും പറഞ്ഞാലും മറന്നാണ്ടൊക്കെ ഉടനെ പറയുന്നത് അത് സംഘപരിവാർ, ഹിന്ദുക്കളെ കുറ്റം. സംഘപരിവാറിന് അത് പറയാം, അത് അവരുടെ പോളിസിയാണ്. പക്ഷെ മറുനാടനൊക്കെ വക്കാലത്ത് പറഞ്ഞാൽ എന്ത് ന്യായയോടെ മറുനാടാ? സംഘപരിവാറിനെ പറഞ്ഞാൽ സംഘപരിവാർ, ഹിന്ദുക്കൾ. സംഘപരിവാരം പറയില്ല ഹിന്ദു മതത്തിന് കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്ത് ആരും നിങ്ങൾക്ക് സർവാട്ട് സ്വത്താണ്.
വലിയ കളിയാണ് കേട്ടോ. കളി ചെറിയ കളിയാണ്, വലിയ കളിയാണ്. അച്ഛന്മാരും ഇപ്പൊ കോൺഗ്രസ് കാണിക്കുന്നു, വെറുതെ ഒന്നുമില്ല കോൺഗ്രസ് കാണിക്കുന്നത്, വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. കോൺഗ്രസ് ഒന്നും ഒരിക്കലും രാഹുൽ ഗാന്ധി ഒന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോ. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രസ്ഥാനമാണ്. ഡൽഹിയിൽ ഡൽഹിയിലും ബോംബെയിലൊക്കെ വളരെ ശക്തമായിട്ട് സപ്പോർട്ടാണ്. അത് അത്ര ബ്ലൂ പ്രിന്റ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പറഞ്ഞു എത്രയൊക്കെ കളിച്ചാലും രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് കൊണ്ട് ഇനിയൊരു ഭരണം പിടിച്ചേക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ എല്ലാം കൂടിയാലും BJP താഴെ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ സപ്പോർട്ടും ഈ പുറത്ത് നിൽക്കുന്ന സപ്പോർട്ടും ക്രോഡീകരിച്ചിട്ട് ഒരു വിശാലമായ ഇന്ത്യ മുന്നുണ്ടാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. അതിനു വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യും. എല്ലാം മറന്ന് അണികളെ വോട്ടർമാരെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുമ്പോൾ ഇതുപോലെ തന്തയില്ലാமல் നെറുവേട് കാണിച്ച് എൻ്റെ രാഹുലെ പിന്നെ എങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പൊട്ടൻ്റെ അഭിനയിക്കാതെ പൊട്ടനാണ് യഥാർത്ഥത്തിൽ. പണ്ട് സംഘപരിപാടി ചോദിച്ചു, നിങ്ങൾ ജന്മന പൊട്ടന്മാരാണോ അതോ സംഘപരിപാടി വന്ന ശേഷം പൊട്ടായതെന്ന് ചോദിച്ചോല്ലേ. ഈ രാഹുലും പ്രിയങ്കൊക്കെ ജന്മന പൊട്ടനാണോ അതോ ഈ കോൺഗ്രസിൽ വന്നിട്ട് പൊട്ടനാണോ? ഇത്രയും അതിനിർണായകമായ വിഷയം നിങ്ങൾക്കറിയാം. ഈ മൊക്കബേഡിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ബാധിക്കാരാണ്. അതിന് ഒരു ഒഴുക്കൻ പ്രസ്താവന രാഹുൽ പറഞ്ഞു, അത് മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കും എന്നൊരു ഒഴുക്കൻ പ്രസ്താവന മാറിയത്. അങ്ങനെയാണോ രാഹുലെ ചെയ്യേണ്ടത്? ഇനി ഞങ്ങൾ ഈ അണികളോട് എങ്ങനെ ഇനി ഇത് പറഞ്ഞ് മനസ്സിലാക്കും? കാരണം ഞങ്ങൾ വീണ്ടും പറയണം, നിങ്ങൾ വോട്ട് ചെയ്താൽ പോലും നിങ്ങൾ പരമാവധി അതിന് സപ്പോർട്ട് ചെയ്താൽ പോലും ആ ബില്ല് നിയമം പാസ്സാക്കി എടുക്കും. അതിനുള്ള സാഹചര്യം മെമ്പർ ശക്തിയുണ്ട്. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടുപിടും, മനുഷ്യൻ പറയിപ്പിക്കാതെ ചെയ്തോ. ഒരു കാര്യം അറിയാം, ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം. ഈ കമ്മ്യൂണിസ്റ്റുകളും പറയാം, കോൺഗ്രസും പറയാം, എഴുന്നേൽക്കാൻ വേണ്ടി തുപ്പുന്നവരും തുപ്പാൻ വേണ്ടി എഴുന്നേൽത്തവരെയും പ്രസംഗിക്കാൻ അറിയാം എന്ന് പറഞ്ഞ പോലെ അത് സദസ്സിൽ നിന്ന് ഇയാൾ എഴുന്നേൽക്കാൻ വേണ്ടി ഓഹോന്ന് കാണിച്ചിട്ട് പോകും. അത് തുപ്പാനല്ല. അല്ലാത്ത തുപ്പാൻ വേണ്ടി പോകുന്നത് പതുക്കെ എഴുന്നേറ്റ് മിണ്ടാതെ പോയി വാതി കുത്തി പഠിച്ച് പോയി തുപ്പി തിരിച്ചു വരും. അതുകൊണ്ടാണ് ആ പ്രാസംഗികൻ പറഞ്ഞു, അച്ഛനായാലും പുരോഹിതനായാലും മുസ്ലിയാണെങ്കിലും എഴുന്നേൽക്കാൻ വേണ്ടി തുപ്പുന്നവരെയും തുപ്പാൻ വേണ്ടി എഴുന്നേൽക്കുന്നവരെയും ഞങ്ങൾക്ക് തിരിച്ചറിയാം. അത് നിങ്ങൾ ആരും തുപ്പാൻ വേണ്ടി എഴുന്നേൽക്കരുതെന്ന് ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ കാണിച്ചതിൻ്റെ ബുദ്ധിമോശം മനസ്സിലായോ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ CPM-ൻ്റെ ഒക്കെ ബില്ലിന് 3 പാർലമെൻറ്റ് മെമ്പർമാർ വിടാതിരുന്നതും ഇപ്പോൾ കോൺഗ്രസ് ഒരു വിഭാഗം കാണിച്ചൊക്കെ വളരെ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഷാഫി നല്ലപള്ളി ജമീനാണ്. സത്യപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞയോടെ BJP-യുടെ പല MP-മാരും പല സ്പീക്കർക്ക് എന്ത് സ്നേഹമാണ് ഷാഫി അവർ കാണിച്ചറിയോ? ഷാഫി അവർ എഴുന്നേൽക്കുമ്പോൾ BJP നേതാക്കളും സ്പീക്കറൊക്കെ ഉള്ളോ ബഹുമാനപൂർവ്വം ആദരിക്കുന്നത്. എന്താ കാരണം? പണ്ട് ശരീഅത്ത് നിയമത്തിൽ പത്താഹ് എന്നൊരു പ്രയോഗം പറഞ്ഞു. ഈ വിധവയായ വിവാഹം ചെയ്ത സ്ത്രീകൾക്ക് കൊടുക്കുന്ന അവകാശം വരെ മത്താഹ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഒരു ജഡ്ജി പറഞ്ഞ് അത് അങ്ങനെയാകാം ഇങ്ങനെയാകാമെന്ന് പറഞ്ഞു. അങ്ങനെയാകാം ഇങ്ങനെയാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സ്പെഷ്യൽ പറഞ്ഞ് അപ്പോൾ റിപ്പോർട്ട് കൊടുത്ത് ഇയാളെ എങ്ങനെ കഴിച്ചു കൂട്ടാൻ അദ്ദേഹത്തെ ആരാണല്ലോ അദ്ദേഹത്തെ ജഡ്ജിയാക്കി. അദ്ദേഹത്തിന് ഷാനവാസിൻ്റെ വാപ്പ ഇബ്രാഹിം കുട്ടിയാണ് ആകേണ്ടത്. അദ്ദേഹം തൊപ്പിയും വെച്ച് അതുകൊണ്ട് പുള്ളി വ്യക്തിത്വം കാണിച്ചു, മുസ്ലിം വ്യക്തിത്വം കാണിച്ചു പുള്ളി ആക്കിയില്ല. ഇതാണ് ഭൗതിക നേട്ടം. ഇതാണ് ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നോക്കുന്നത്. ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി ആയിരിക്കുക എന്നുള്ള, ഇസ്ലാമിൽ ബന്ധമില്ലാതിരിക്കുക. അങ്ങനെ ഒരുത്തരാണ് ഇപ്പോൾ ഈ ഷാഫി പറമ്പിൽ. ഇനി ഇതൊക്കെ ഞങ്ങളാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ തോറ്റാത്ത ജയിച്ചാൽ ഒരു പ്രസ്ഥാനത്തിൽ BJP പോകാം. ഞങ്ങൾ അണികളോട് പറയാൻ ഒരു പ്രയാസമുണ്ട്. എന്തൊരു വിരോധാഭാസമാണ്, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? ബുദ്ധിയില്ലായിക്കണോ വരോ? അപ്പോൾ ഇത്ര കാര്യം പറഞ്ഞിട്ട് നിർത്താൻ ഞാൻ പോകണം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അത് കോഴിക്കോട് കോവൂർ ഭാഗത്ത് 12-1 മണി വെളുപ്പം 4 മണിയൊക്കെ കട ഭക്ഷണം വിതരണം ചെയ്ത് കുഴപ്പമുണ്ടാകുമല്ലോ, അവിടെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാര്യം കർശനമായിട്ട് ഗവൺമെൻറ്റിനോടും രാഷ്ട്രീയ പാർട്ടികളോടും പഞ്ചായത്ത് അധികാരികളോടും പറയാണ്, ഒരു കാരണം ഒരു 10 മണിക്ക് ശേഷം കച്ചവടം അനുവദിക്കരുത്. 10 മണി നിർത്തണം. ഇതെല്ലാവരും വീട്ടിൽ ഉറക്കം വെച്ചിട്ട് പണ്ണും ആണും ഒക്കെ വന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും.
പിന്നെ ചുട്ടി ഉരുമ്പി മനുഷ്യർ പറയിപ്പിക്കാതെ ആയിട്ട് ചെയ്യും. അത് ഒരു കാരണവശാലും അത് കോർപ്പറേഷൻ മേയർ കോഴിക്കോട് മേയർ പറഞ്ഞ പോലെ ഒരു കാരണവശാലും മേയർ 10 മണിക്ക് നിർത്തിക്കൊള്ളണം. 10 മണിക്ക് നിർത്തിയാൽ 10:30 പൂട്ടി പോവുള്ളൂ. അരമണിക്കൂർ തയ്യാറാകാൻ വേണമല്ലോ. 10 മണിക്ക് അനുവദിക്കരുത് രാത്രി. ഉദാഹരണം പെട്രോൾ പമ്പ് പണ്ട് 24 മണിക്കൂർ തോന്നിരിക്കാതെ പെട്രോൾ പമ്പ് ഈ കള്ളന്മാർ കൊള്ളക്കാരൊക്കെ പോവും. അതുകൊണ്ട് ഒരു പട്ടണത്തിൽ ഏതെങ്കിലും ഒരു പമ്പ് ഉണ്ടാവും ദിവസം. അത് അവർ മാസത്തിൽ മാറി മാറി വരും. അതുപോലെ 10 മണിക്ക് ശേഷം ഒരു കടകളും മെഡിക്കൽ സ്റ്റോറില്ലാതെ ഒന്നും തുറന്ന് പ്രവർത്തിക്കാൻ അത് എപ്പോഴും കിട്ടിയാൽ മതി. എന്നിട്ട് 3 മണിക്ക് തുടങ്ങുന്ന ഈ അന്തിക്കച്ചവടമൊക്കെ ഉണ്ടല്ലോ 10 മണി ചെയ്താൽ പോരെ. അപ്പോഴും കിട്ടില്ല. 10 മണിക്കൊന്ന് 10 പോയിട്ട് 3 മണി തുടങ്ങിയാൽ 7 8 മണിക്കൂർ അപ്പോഴും കിട്ടും നിങ്ങൾക്ക്. അത് മതി. 10 മണിക്ക് ക്രോസ് ചെയ്യണം. അത് അങ്ങനെ പറഞ്ഞുകൊണ്ടും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ ഈ കോൺഗ്രസിലെ നേതാക്കളെ കാണിച്ചല്ലേ ആ അപാകത ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിച്ചോളും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.